ഒരു ക്രൈം സിനിമയെ പോലും വെല്ലുന്ന ക്രൂരത ആസൂത്രണം ചെയ്തത് പക്വത പോലും എത്തിയിട്ടില്ലാത്ത കേവലം ഒരു 13-കാരി. കേരള മനസാക്ഷിയെ ഒന്നടങ്കം മരവിപ്പിച്ച ആലപ്പുഴ കരുവാറ്റയിലെ ശിവൻകുട്ടി ചെട്ടിയാരുടെ കൊലപാതകം വെറുമൊരു മോഷണശ്രമം മാത്രമായിരുന്നോ ഇത്? അതോ ആരും കാണാതെ പോയ കടുത്ത പ്രതികാരവും ലഹരിയുടെ കരാളഹസ്തങ്ങളുമായിരുന്നോ ഇതിന് പിന്നിൽ? ഈ കേസിന്റെ ചുരുളഴിയുമ്പോൾ പുറത്തുവരുന്നത് സിനിമയേക്കാൾ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ആലപ്പുഴ കരുവാറ്റയിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു കൊല്ലം പരവൂർ സ്വദേശിയായ 67-കാരൻ ശിവൻകുട്ടി ചെട്ടിയാരും കുടുംബവും. അതേ വീട്ടിൽ തന്നെയാണ് 8ാം ക്ലാസ്സുകാരിയായ അദ്ദേഹത്തിന്റെ പേരക്കുട്ടിയും താമസിച്ചിരുന്നത്. ചെറുപ്പത്തിലെ മാതാപിതാക്കളുടെ സ്നേഹവും കരുതലും നഷ്ടപ്പെട്ട് പല വീടുകളിലായി ജീവിച്ചു വളർന്ന കുട്ടി. ആഡംബര ജീവിതത്തോടുള്ള കൊതി, പുതിയ ഫോണും ബൈക്കും ഒക്കെ വാങ്ങാനുള്ള ആഗ്രഹം, ഒപ്പം വീടിനുള്ളിൽ അനുഭവിച്ച കടുത്ത ദാരിദ്ര്യവും ഒറ്റപ്പെടലും. ഇതിനിടയിലാണ് ഇൻസ്റ്റാഗ്രാമിലൂടെയും അല്ലാതെയും കൊല്ലത്തെ ചില കൗമാരക്കാരുമായി കുട്ടി സൗഹൃദത്തിലാകുന്നത്. രാസലഹരിയുടെയും തെറ്റായ കൂട്ടുകെട്ടുകളുടെയും പിടിയിലായ അവർക്കിടയിൽ പിന്നീട് ചർച്ചയായത് സാധാരണ കുട്ടികളുടെ സ്വപ്നങ്ങളല്ലായിരുന്നു. മുത്തശ്ശനോട് കടുത്ത വിരോധമായിരുന്നു കുട്ടിയുടെ മനസ്സിൽ. പണം നൽകാത്തതും ആൺസുഹൃത്തുക്കളുമായുള്ള ബന്ധത്തെ എതിർത്തതുമൊക്കെയാണ് പുറത്തുനിന്നുള്ള കാരണമെങ്കിൽ തനിക്ക് നേരെ ഉണ്ടായ അതിക്രമമാണ് ഇതിലേക്ക് നയിച്ചതെന്ന മൊഴിയും കുട്ടി പിന്നീട് നൽകുന്നുണ്ട്. എന്തു തന്നെയായാലും മുത്തശ്ശനെ ജീവനോടെ വെച്ചേക്കില്ലെന്ന വാശിയിലേക്ക് കുട്ടി എത്തിച്ചേർന്നു. 2017 പുറത്തിറങ്ങിയ സ്പൈഡർ എന്ന തമിഴ് ചിത്രത്തിലെ സൈക്കോ കഥാപാത്രത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് വീടിന്റെ മുകളിൽ നിന്ന് വലിയ കല്ല് തലയിലിട്ട് കൊല്ലാനായിരുന്നു ആദ്യ പദ്ധതി. അതിനായി സമീപത്തെ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിൽ കയറി വീടിന്റെ മേൽക്കൂരയുടെ ഫോട്ടോകൾ വരെ എടുത്ത് കുട്ടി സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്തു. എന്നാൽ മരത്തിന്റെ തട്ടുകൾ ഉള്ളതുകൊണ്ട് ആ പ്ലാൻ പാളി. വാഹനം ഇടിപ്പിച്ചോ വിഷം കൊടുത്തോ വകവരുത്താനും ആലോചനകൾ നടന്നു. ഒടുവിൽ ഒരു സുവർണാവസരത്തിനായി അവർ കാത്തിരുന്നു. ശിവൻകുട്ടിയുടെ മകൾ പ്രസവത്തിനായി ആശുപത്രിയിലായതോടെ ഭാര്യയും കൂടെ പോയി. വീട്ടിൽ ശിവൻകുട്ടി തനിച്ചായി. ഇതോടെ പെൺകുട്ടി തന്റെ സുഹൃത്തുക്കളെ വിളിച്ചു വരുത്താൻ തീരുമാനിച്ചു. ആൺ സുഹൃത്തുക്കളായ 16ഉം 17ഉം വയസ്സുള്ള 3 കുട്ടികൾ ലഹരിയുടെ സ്വാധീനത്തിൽ ട്രെയിൻ മാർഗം കൊല്ലത്ത് നിന്ന് കരുവാറ്റയിലെത്തി. പെൺകുട്ടി ഈ സമയം തന്ത്രപൂർവ്വം മറ്റൊരു ബന്ധുവീട്ടിലേക്ക് മാറി നിന്നു. ബാത്റൂമിന്റെ വെന്റിലേഷൻ തകർത്ത് അകത്തു കടന്ന സംഘം ശിവൻകുട്ടിയെ ക്രൂരമായി കീഴ്പ്പെടുത്തി. കൈകാലുകൾ കിടക്കവിരി കൊണ്ട് വരിഞ്ഞു മുറുക്കി, വസ്ത്രങ്ങൾ പൂർണ്ണമായും അഴിച്ചുമാറ്റി, ശ്വാസം മുട്ടിച്ചും മർദ്ദിച്ചും അദ്ദേഹത്തെ കൊലപ്പെടുത്തി. ഇതിലും ഞെട്ടിക്കുന്ന കാര്യം, കൃത്യം നടപ്പാക്കുന്നത് ലൈവ് വീഡിയോ കോളിലൂടെ പെൺകുട്ടിക്ക് കാണിച്ച് ഉറപ്പുവരുത്തിയിരുന്നു എന്നതാണ്. പോലീസിനെ കബളിപ്പിക്കാൻ പ്രൊഫഷണൽ കൊലയാളികളെ പോലെ കയ്യുറകൾ ധരിക്കുകയും മുറിയിലാകെ മുളകുപൊടി വിതറുകയും ചെയ്തു. തുടർന്ന് വീട്ടിലുണ്ടായിരുന്ന 5 പവനിലധികം സ്വർണവുമായി അവർ KSRTC ബസിൽ രക്ഷപ്പെട്ടു. സംഭവം കഴിഞ്ഞ് 2 ദിവസത്തിന് ശേഷം ഒന്നുമറിയാത്ത ഭാവത്തിൽ പെൺകുട്ടി വീട്ടിലെത്തി. അടുത്തുള്ള ബേക്കറിയിൽ കയറി മധുരം വാങ്ങി കഴിച്ച ശേഷം മുത്തശ്ശൻ വാതിൽ തുറക്കുന്നില്ല എന്ന് അയൽക്കാരോട് പരാതി പറഞ്ഞു. വാതിൽ ചവിട്ടി തുറന്ന് അകത്തു കയറിയ നാട്ടുകാർ കണ്ടത് ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു. കൊലപാതകം കണ്ട് മറ്റുള്ളവർ ഭയന്നു വിറച്ചപ്പോഴും സ്വന്തം മുത്തശ്ശൻ മരിച്ചു കിടക്കുന്നത് കണ്ടിട്ടും യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ എനിക്ക് പരീക്ഷയ്ക്ക് പോകണം എന്നായിരുന്നു കുട്ടിയുടെ പ്രതികരണം. പെൺകുട്ടിയുടെ പരസ്പര വിരുദ്ധമായ മൊഴികളും അസ്വാഭാവിക പെരുമാറ്റവും പോലീസിൽ വലിയ സംശയമുണ്ടാക്കി. തുടർന്ന് നടത്തിയ സമർത്ഥമായ അന്വേഷണത്തിൽ CCTV ദൃശ്യങ്ങളും പുലർച്ചെ തട്ടുകടയിൽ ഭക്ഷണം കഴിച്ചു നൽകിയ ഗൂഗിൾ പേ ട്രാൻസാക്ഷനുകളും പോലീസിന് തുമ്പായി. പെൺകുട്ടിയുടെ ഫോൺ രഹസ്യമായി കസ്റ്റഡിയിലെടുത്ത പോലീസ് പെൺകുട്ടിയാണെന്ന വ്യാജേന ജൻസി ചാറ്റിംഗ് ശൈലിയിൽ സുഹൃത്തുക്കൾക്ക് മെസ്സേജ് അയച്ചവരെ കുലുക്കുകയായിരുന്നു. തുടർന്ന് 4 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഒരു ഐഫോണിനും ബൈക്കിനും ലഹരിക്കും വേണ്ടി മാത്രമായിരുന്നു ഈ കൊടുംക്രൂരത? അതോ ശരിയായ രക്ഷാകർതൃത്വത്തിന്റെ അഭാവവും അവഗണനയും ലഹരി മാഫിയയുടെ പിടിയിലമരുന്ന ഇന്നത്തെ കൗമാര തലമുറയുടെ ഭയാനകമായ മുഖവുമാണോ ഇത് തുറന്നു കാട്ടുന്നത്? സമൂഹവും രക്ഷിതാക്കളും ഇനിയും കണ്ണു തുറന്നില്ലെങ്കിൽ നമ്മുടെ ചുറ്റിലും ഇനിയും ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടാം.